ദിവ്യകാരുണ്യനാഥൻ കരം പിടിച്ചു നയിക്കുന്ന ജീവിതാനുഭവങ്ങൾ. ഇത് ആലുവ ഡോൺ ബോസ്കോ സെമിനാരിയിൽ ശുശ്രൂഷ ചെയ്യുന്ന ഫാദർ ജോസ് ആലുങ്കൽ SDB. ദിവ്യകാരുണ്യനാഥൻ ചേർത്തു പിടിക്കുന്ന സ്നേഹാനുഭവങ്ങൾ ജോസച്ചൻ നമ്മോട് പങ്കുവയ്ക്കുന്നു. ഈശോയിൽ എനിക്ക് എത്രയും സ്നേഹം നിറഞ്ഞവരെ, എൻ്റെ പേര് ഫാദർ ജോസ് ആലുങ്കൽ. ഞാൻ ഡോൺ ബോസ്കോ സ്ഥാപിച്ച സലീഷ്യൻ സന്യാസ സഭയിലെ വൈദികനാണ്. എൻ്റെ സ്വദേശം കൊച്ചിയിലെ പെരുമ്പടപ്പാണ്. 3 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു എൻ്റെ തിരുപ്പട്ട സ്വീകരണം. പട്ടസ്വീകരണത്തിന് ശേഷം ഞാൻ വന്നത് ഡോൺ ബോസ്കോ സെമിനാരി ആലുവയിലേക്കാണ്. ഇവിടെ ഇപ്പോൾ വൈദിക വിദ്യാർത്ഥികളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കി നടത്തുകയാണ്. എൻ്റെ വീട്ടിൽ എനിക്ക് അമ്മച്ചിയും 2 സഹോദരിമാരുമാണ് ഉള്ളത്. സഹോദരിമാരുടെ വിവാഹമൊക്കെ ഞാൻ ചെറുപ്പമായിരിക്കുമ്പോൾ തന്നെ കഴിഞ്ഞു. ചെറുപ്പം മുതലേ അമ്മച്ചി എന്നെ പള്ളിയിൽ കൊണ്ടുപോകുമായിരുന്നു. പറഞ്ഞു കേട്ടുള്ള ഓർമ്മ, ജ്ഞാനസ്നാനം കഴിഞ്ഞപ്പോൾ തുടങ്ങി എല്ലാ ദിവസവും പതിവായിട്ട് അമ്മച്ചി എന്നെ പള്ളിയിൽ കൊണ്ടുപോകുമായിരുന്നു. അങ്ങനെ ചെറുപ്പം മുതലൊരു ദിവ്യകാരുണ്യ ഭക്തിയിൽ വളരുന്നതിനുള്ളൊരു അന്തരീക്ഷം എൻ്റെ വീട്ടിൽ ഉണ്ടായിരുന്നു. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്തായിരുന്നു എൻ്റെ അപ്പച്ചന് ക്യാൻസർ രോഗം ബാധിക്കുന്നത്. അപ്പച്ചൻ എല്ലാ ദിവസവും പള്ളിയിൽ മുടങ്ങാതെ പോകുമായിരുന്നു. പള്ളിയിലെ കൈക്കാരനൊക്കെ ആയിരുന്നു. പക്ഷെ അവിചാരിതമായി ക്യാൻസർ രോഗം അപ്പച്ചനെ ഞങ്ങളിൽ നിന്ന് വേർപെടുത്തുകയുണ്ടായി. എനിക്കത് സ്വീകരിക്കാവുന്നതിലും അധികമായിരുന്നു. എൻ്റെ അപ്പച്ചനെ പെട്ടെന്ന് തിരിച്ചു വിളിച്ച ഈശോയോട് ഒരുപാട് ദേഷ്യവും സങ്കടവും ഒക്കെ മനസ്സിൽ തോന്നിയ ദിവസങ്ങളായിരുന്നു. എന്തിനാണ് ദിവ്യബലിയിൽ പങ്കെടുക്കുന്നത് എന്നുള്ള ചോദ്യങ്ങൾ എൻ്റെ മനസ്സിൽ പലതവണ ഉയർന്നു വന്നിരുന്നു. പലപ്പോഴും ഞാൻ പള്ളിയിൽ പോയിരുന്നത് അമ്മച്ചിയെ കാണിക്കാൻ വേണ്ടിയായിരുന്നു. ചിലപ്പോഴൊക്കെ ചില ദിവസങ്ങളിൽ രാവിലെ എഴുന്നേക്കാതെ ഞാൻ കിടന്ന് ഉറങ്ങുമായിരുന്നു. പക്ഷേ ആ ദിവസങ്ങളിലൊക്കെ വൈകുന്നേരം അമ്മച്ചി എന്നെ അടുത്തുള്ള മറ്റൊരു പള്ളിയിൽ ബലിയർപ്പണത്തിന് വിടുമായിരുന്നു. ആ ദിവസങ്ങളിലൊക്കെ ഞാൻ പള്ളിയിൽ പോയിരുന്നത് അമ്മച്ചിയെ ബോധിപ്പിക്കാൻ വേണ്ടി മാത്രമായിരുന്നു. കാരണം പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തില്ലെങ്കിൽ അമ്മച്ചി വീട്ടിലൊരു സ്വൈര്യം തരില്ല. നിന്റെ അപ്പച്ചൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്ന ആളായിരുന്നു, നീയോ ഇപ്പോൾ മടി പിടിച്ച് പള്ളിയിൽ പോകാതെ ഇരിക്കുന്നു, അങ്ങനെ 100 കാര്യങ്ങൾ പറഞ്ഞ് എന്നെ വഴക്കു പറയുമായിരുന്നു. ആ ഒരു പേടി കൊണ്ടായിരുന്നു ആ ദിവസങ്ങളിലൊക്കെ ദിവ്യബലിയിൽ ഞാൻ പങ്കെടുത്തിരുന്നത്. ഒരിക്കലും ദിവ്യകാരുണ്യ ഈശോയോടുള്ള ഭക്തി ഉണ്ടായിരുന്നിട്ടോ ദിവ്യകാരുണ്യത്തിൽ ഈശോയുടെ സാന്നിധ്യത്തിനെ കുറിച്ചൊരു ബോധ്യം ഉണ്ടായിട്ടൊന്നോ ആയിരുന്നില്ല ഞാൻ ആ ദിവസങ്ങളിലൊക്കെ ദിവ്യബലിയിൽ സംബന്ധിച്ചിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ജീവിതം ഒരു ഇരുണ്ട കാലഘട്ടത്തിലൂടെ കടന്നു പോവുക. തെറ്റായ ചില ദുശീലങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ തുടങ്ങി. എനിക്ക് തന്നെ ബോധ്യമായി ഞാൻ കടന്നു പോകുന്ന വഴി നല്ലൊരു വഴിയല്ല, എവിടേക്കാണ് എത്തിച്ചേരാൻ പോകുന്നതെന്ന് അറിയില്ല. പക്ഷെ എനിക്ക് എന്നെ തന്നെ സഹായിക്കാൻ സാധിക്കുമായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഉച്ചഭക്ഷണത്തിന് ശേഷം ഞാൻ വീട്ടിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു. ഇപ്പോഴെനിക്ക് വ്യക്തമായിട്ട് അറിയില്ല അതൊരു സ്വപ്നമാണോ ദർശനമാണോ എൻ്റെ തോന്നലാണോ. ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഞാൻ കാണുകയാണ് ഞാനൊരു സമുദ്രത്തിൻ്റെ അടിയിലേക്ക് മുങ്ങിപ്പോകുന്നു. എനിക്ക് എന്നെ തന്നെ രക്ഷപ്പെടുത്താൻ കഴിയുന്നില്ല. ഞാൻ കൈകാലുകളിട്ട് അടിക്കുന്നുണ്ട്. പക്ഷേ മുകളിലേക്ക് പൊങ്ങി വരാനോ എന്നെ സഹായിക്കാനോ ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ അങ്ങനെ ആഴിയുടെ അഗാധങ്ങളിലേക്ക് മുങ്ങിപ്പോകുമ്പോൾ പെട്ടെന്നൊരു തടിക്കഷ്ണം വന്നിട്ട് എന്നെ അടിയിൽ നിന്ന് മുകളിലേക്ക് ഉയർത്തുകയാണ്. അങ്ങനെ ആ തടിക്കഷ്ണത്തിൻ്റെ സഹായത്തോടെ ആഴിയുടെ മുകളിലേക്ക് ഞാൻ എത്തുന്നുണ്ട്. എത്തിക്കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ കാണുന്നത് ഈ മരക്കഷ്ണത്തിന് ഒരു കുരിശിൻ്റെ ആകൃതിയായിരുന്നു. ഇപ്പോഴെനിക്ക് അറിയില്ല അത് എൻ്റെ തോന്നലായിരുന്നോ സ്വപ്നമായിരുന്നോ ദർശനമായിരുന്നോ. പക്ഷേ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുക, ഈശോ സകല മാനവരാശിയും തൻ്റെ കുരിശിലൂടെയാണ് രക്ഷിച്ചത്. അന്ന് എന്നെയും ആ ഒരു ഇരുണ്ട കാലഘട്ടത്തിൽ നിന്ന് ഈശോ രക്ഷിച്ചത് തൻ്റെ കുരിശിലൂടെയായിരുന്നു. അങ്ങനെ പതിയെ പതിയെ എൻ്റെ ജീവിതത്തിലേക്കൊരു നവീകരണം കടന്നു വരാൻ തുടങ്ങി. എനിക്ക് തന്നെ ബോധ്യമായി ഞാൻ കടന്നു പോകുന്ന വഴികളിൽ ഒരുപാട് തെറ്റുകളുണ്ട്, എനിക്കത് തിരുത്തണം. അങ്ങനെ ഞാൻ പതിവായ നിരഞ്ജന കൂദാശ സ്വീകരിക്കാൻ തുടങ്ങി. ആ ഒരു സമയം, അതായത് ഞാൻ എൻ്റെ 3-ാം വർഷം
ഡിഗ്രി തീരാറായ ആ സമയത്താണ് ഞാൻ തിരിച്ചറിയുന്നത് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമെന്ന് പറയുന്നത് കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു പ്രൊഫസർ ആവുക. പക്ഷെ ആ ദിവസങ്ങളിൽ ഞാൻ തിരിച്ചറിഞ്ഞു, എൻ്റെ ഉള്ളിലിരുന്ന ആരോ എന്നോട് പറയുന്നു, ഇതല്ല നിൻ്റെ വഴി, ഈശോയ്ക്ക് നിന്നെക്കൊണ്ട് ആവശ്യമുണ്ട്. പലപ്പോഴും ആ ഒരു സ്വരത്തെ എന്നിൽ നിന്ന് അകറ്റി നിർത്താൻ ഞാൻ ശ്രമിച്ചു. പക്ഷേ അകറ്റി നിർത്താനാവാത്ത വിധം ആ സ്വരം എന്നിൽ ശക്തമായി അടയാളങ്ങളിലൂടെയും നിയോഗങ്ങളിലൂടെയും വ്യക്തികളിലോടുമൊക്കെ ദിവ്യകാരുണ്യ ഈശോ എൻ്റെ വഴി ഏതാണെന്ന് എനിക്ക് ചൂണ്ടിക്കാണിച്ചു തന്നു. അങ്ങനെ ദിവ്യകാരുണ്യ ഈശോയ്ക്കായിട്ട് എൻ്റെ ജീവിതം പരിപൂർണമായി സമർപ്പിക്കാൻ ഞാൻ തീരുമാനിക്കുകയുണ്ടായി. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. ഈശോയുടെ മൃദുമന്ത്രണം എൻ്റെ ചെവികളിൽ മുഴങ്ങിയപ്പോൾ ഞാനത് ആദ്യമായി പങ്കുവെച്ചത് പെരുമ്പടപ്പ് ഹോളിക്രോസിൽ ഉണ്ടായിരുന്ന സിസ്റ്റർ ജെറോമിനോടായിരുന്നു. സിസ്റ്ററാണ് എന്നെ വിളിക്കുന്നത്, ഈശോയാണ് ധൈര്യപൂർവ്വം അവനെ അനുധാവനം ചെയ്യാനായിട്ട് പറഞ്ഞത്. ഈശോയോട് അടയാളങ്ങൾ ചോദിക്കാനും അങ്ങനെ ദൈവവിളി ഉറപ്പിക്കാനുമൊക്കെ സിസ്റ്റർ എന്നെ ഉപദേശിച്ചിരുന്നു. പക്ഷെ എൻ്റെ മനസ്സ് മുഴുവൻ ഒരുപാട് സന്ദേഹങ്ങളായിരുന്നു. അമ്മച്ചിയെ നോക്കാനുള്ള എൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടാനുള്ളത് കൊണ്ടാണോ ഞാൻ വൈദികനാവാൻ പോകുന്നത്? അല്ലെങ്കിൽ ബിരുദ പരീക്ഷയ്ക്ക് കുറവ് മാർക്ക് കിട്ടിയത് കൊണ്ടാണോ ഞാൻ വൈദികനാകാൻ പോകുന്നത്? അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു. അവസാനം എനിക്ക് വ്യക്തമായ ഒരു ഉത്തരമില്ലായിരുന്നു. എങ്കിൽ കൂടി ഞാൻ വൈദികനായി സെമിനാരി പഠനത്തിന് ചേരുകയുണ്ടായി. പക്ഷെ സെമിനാരിയിലെ ആദ്യത്തെ 2 വർഷങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം മലവെള്ളപ്പാച്ചിൽ ഒഴുകിപ്പോകുന്ന ഒരു തടിക്കഷ്ണം പോലെ ആയിരുന്നു. ദൈവവിളി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷേ കർത്താവിനെ പരിപൂർണമായിട്ട് അനുധാവനം ചെയ്ത് അവൻ്റെ വൈദികനായി തീരാനുള്ള ആഗ്രഹം ശക്തമാണോ എന്ന് ചോദിച്ചാൽ അതൊരു സംശയമായിരുന്നു. പലപ്പോഴും എന്നെ സംബന്ധിച്ചിടത്തോളം സാഹചര്യങ്ങളിലൂടെ ഞാൻ സെമിനാരിയിൽ ചെന്നുപെട്ട പോലത്തൊരു അനുഭവമായിരുന്നു. അങ്ങനെ 3-ാമത്തെ വർഷമാണ് ഞാൻ നോവിഷ്യേറ്റിൽ പ്രവേശിക്കുക. നോവിഷ്യേറ്റിൻ്റെ ആദ്യ ദിവസം തന്നെ ഞങ്ങൾ നോവിസ് മാസ്റ്റർ ജോയ്സ് അച്ഛൻ ഞങ്ങളോടെല്ലാവരോടും പറയുകയുണ്ടായി, പള്ളിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥലം തിരഞ്ഞെടുത്ത് അവിടെ പോയിരുന്ന് ദിവ്യകാരുണ്യ ഈശോയോട് സംസാരിക്കുക. ഞാൻ ആദ്യം വിചാരിച്ചു, അച്ഛന് വേറെ പണിയൊന്നുമില്ലേ, പള്ളിയിൽ ഇരിക്കുന്നിടത്ത് തന്നെ എല്ലാവരും ഇരുന്നാൽ പോരെ. ഞാൻ വിചാരിച്ചത് എൻ്റെ കൂട്ടുകാരും തന്നെ അവിടെ നിന്ന് മാറിയിരിക്കില്ല. പക്ഷെ ഞാൻ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ഞാൻ മാത്രമാണ് ബെഞ്ചിലുള്ളത്. കൂട്ടുകാരൊക്കെ പള്ളിയുടെ പല സ്ഥലങ്ങളിലായിട്ട് ഇരിക്കുകയുണ്ടായി. ചിലരൊക്കെ സക്രാരിയോട് ചേർന്നിരിക്കുകയുണ്ടായി. ഞാൻ നോക്കിയപ്പോൾ ഇനി ബാക്കിയുള്ള സ്ഥലം അരുളിക്കയുടെ താഴെയുള്ള സ്ഥലമാണ്. കൂട്ടുകാരൊക്കെ അങ്ങനെ പല സ്ഥലങ്ങളിൽ ഇരുന്നതുകൊണ്ട് നിർബന്ധിതനായി ഞാൻ അവിടെ പോയി ഇരിക്കുകയാണ്. അവിടെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ചെറിയൊരു ആത്മീയ അനുഭവം ഉണ്ടാകുന്നത്. ബോബിയച്ചൻ്റെ പുസ്തകത്തിലൊക്കെ പരിശുദ്ധ കുർബാന സ്ഥാപിച്ചപ്പോൾ ഈശോയുടെ മാറിൽ ചാരിക്കിടന്ന യോഹനാനെ ഓർക്കുകയുണ്ടായി. ആ ഒരു നിമിഷം അതുപോലെ ഒരു അനുഭവം എനിക്കുമുണ്ടാകണമെന്നുള്ളൊരു ആഗ്രഹം എൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയുണ്ടായി. അങ്ങനെ ആ ഒരു വർഷം എൻ്റെ നോവിസ് മാസ്റ്ററായ ജോയ്സ് അച്ഛനോടൊപ്പം ഞാൻ ചെലവഴിച്ചപ്പോൾ അച്ഛൻ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരികയുണ്ടായി, നിന്റെ ജീവിതത്തിൽ സംഭവിച്ചതൊക്കെയും അപ്പച്ചൻ്റെ മരണമാകട്ടെ, ഒരുപക്ഷെ ബിരുദ പരീക്ഷയിൽ നിനക്ക് കുറവ് മാർക്ക് കിട്ടിയതാവട്ടെ, അതെല്ലാം ഈശോയുടെ പദ്ധതിയുടെ ഭാഗമായിരുന്നു. ഇസ്രായേൽ ജനം ഈ അടിമത്തത്തിൻ്റെ നാടായ ഈജിപ്ത് വിട്ട് വാഗ്ദത്ത ഭൂമിയിൽ എത്തിക്കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോഴാണ് അവരുടെ ജീവിതത്തിൽ പ്രവർത്തിച്ച തമ്പുരാൻ്റെ വലിയ കരങ്ങൾ അവർ തിരിച്ചറിയുന്നത്. അതുപോലെ എൻ്റെ നൊവിഷ്യേറ്റ് ജീവിത കാലഘട്ടത്തിലാണ് എനിക്ക് വേണ്ടി
എല്ലാം വിഭാവനം ചെയ്ത് എന്നെ ഈ വാഗ്ദത്ത ഭൂമിയിലേക്ക് കൊണ്ടുവന്ന ഈശോയെ ഞാൻ തിരിച്ചറിഞ്ഞത്. അന്നു മുതൽ പിന്നീട് എൻ്റെ സമർപ്പണ ജീവിതയാത്രയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒരിക്കൽ പോലും എൻ്റെ ദൈവവിളിയെ ഞാൻ സംശയിച്ചിട്ടില്ല. അങ്ങനെ പ്രഥമവ്രത വാഗ്ദാനത്തിന് ശേഷം ഞാൻ ഡോൺ ബോസ്കോ ആലുവ സെമിനാരിയിലേക്ക് വരികയുണ്ടായി. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞത് ഒരു ദിവ്യകാരുണ്യ ഭക്തിയിൽ വളരാനുള്ള അന്തരീക്ഷമായിരുന്നു. എല്ലാ ദിവസവും സായാഹ്ന പ്രാർത്ഥനയ്ക്ക് ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ചു വെച്ച് ദിവ്യകാരുണ്യ ഈശോയുടെ സാന്നിധ്യത്തിലായിരുന്നു ഞങ്ങളുടെ സായാഹ്ന പ്രാർത്ഥനയും വ്യക്തിപരമായ പ്രാർത്ഥനയുമൊക്കെ. അന്ന് ദൈവവിളിയിൽ വളരെ ദുർബലനായിരുന്ന ഞാൻ ആ വ്യക്തിപരമായ പ്രാർത്ഥനയുടെ വേളയിൽ ദിവ്യകാരുണ്യ ഈശോയോട് സംസാരിക്കാൻ തുടങ്ങി. എൻ്റെ ദൈവവിളിയിൽ എന്നെ ആഴപ്പെടുത്തണേ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഇവിടെ ഞാൻ ചെലവഴിച്ച 2 വർഷം എന്നെ എൻ്റെ ദൈവവിളിയിൽ ദിവ്യകാരുണ്യ ഈശോയോടുള്ള ഭക്തി ആഴപ്പെടുന്നതിന് ഇടയാക്കി. അങ്ങനെയാണ് പിന്നീട് ഞാൻ എൻ്റെ ദൈവവിളിയിൽ മുന്നോട്ട് പോവുക. പിന്നീട് ഞാൻ തിയോളജി പഠിക്കുന്ന സമയത്താണ് കോവിഡ് മഹാമാരി നമ്മുടെ സമൂഹത്തിലേക്ക് കടന്നു വരിക. ആ ഒരു കാലഘട്ടത്തിൽ ഏകദേശം ഒരു 4 ക്വാറന്റൈൻ അനുഭവങ്ങളിലൂടെ ഞാൻ കടന്നു പോവുകയുണ്ടായി. പക്ഷെ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, ഈ ക്വാറന്റൈൻ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും എനിക്കൊരിക്കലും ദിവ്യകാരുണ്യ ഈശോയെ സ്വീകരിക്കുന്നതിന് യാതൊരു തടസ്സവും ഉണ്ടായില്ല. കുർബാന സംബന്ധിക്കാൻ പറ്റാത്ത ദിവസങ്ങളിൽ എനിക്ക് അച്ഛന്മാർ ദിവ്യകാരുണ്യം റൂമിൽ കൊണ്ടുവന്ന് തരുമായിരുന്നു. അല്ലെങ്കിൽ അച്ഛന്മാർ വ്യക്തിപരമായി ചൊല്ലുന്ന കുർബാനകളിലൊക്കെ പങ്കെടുക്കാനുള്ള ഒരു അനുഗ്രഹം ലഭിച്ചിരുന്നു. ആ നാളുകളിൽ ഞാൻ തിരിച്ചറിഞ്ഞ ഒരു യാഥാർത്ഥ്യം, ഞാൻ ദിവ്യകാരുണ്യ ഈശോയെ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നതിലുപരിയായി ദിവ്യകാരുണ്യ ഈശോ എൻ്റെ ഉള്ളിലേക്ക് വരാൻ അതിയായി ആഗ്രഹിക്കുന്നുവെന്ന് ഞാൻ തിരിച്ചറിഞ്ഞ ദിവസങ്ങളായിരുന്നു. അതുവരെ പലപ്പോഴും എല്ലാ ദിവസവും മുടങ്ങാതെ പള്ളിയിൽ പോകും എന്നൊക്കെ പറഞ്ഞ് അഹങ്കരിക്കുമായിരുന്നു. പക്ഷേ ആ ദിവസങ്ങളിൽ ഞാൻ തിരിച്ചറിഞ്ഞ യാഥാർത്ഥ്യം, അത് ഞാൻ ശ്രമിച്ചത് കൊണ്ടല്ല, മറിച്ച് ദിവ്യകാരുണ്യ ഈശോ എന്നെ പേര് ചൊല്ലി വിളിക്കുന്നത് കൊണ്ട് മാത്രമാണ് എല്ലാ ദിവസവും ദിവ്യബലിയിൽ പങ്കെടുക്കാനുള്ള സുഹൃതം എനിക്ക് ലഭിച്ചത് എന്ന് തിരിച്ചറിഞ്ഞ ദിവസങ്ങളായിരുന്നു. അന്നു മുതൽ പട്ട സ്വീകരണത്തിനായി ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് കാത്തിരുന്നു. കാരണം പിതാവ് അഭിഷേക പ്രാർത്ഥന ചൊല്ലി തലയിൽ കൈവെക്കുന്ന നിമിഷം, അത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരു നിമിഷമാണ്. അത് വൈദിക ജീവിതം എനിക്ക് സമ്മാനിക്കാൻ പോകുന്ന അധികാരങ്ങളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കാളൊക്കെ ഉപരി ആ ഒരു നിമിഷം മുതൽ എനിക്ക് സ്വന്തമായിട്ട് പരിശുദ്ധ കുർബാന ചെല്ലാം. എപ്പോൾ വേണമെങ്കിലും ദിവ്യകാരുണ്യ ഈശോയെ എൻ്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാം. ഇനി ഒരിക്കലും ഒരു അച്ഛൻ വന്ന ഒരു കുർബാന ചെല്ലാനോ അല്ലെങ്കിൽ ദിവ്യകാരുണ്യം എടുത്തു തരാനോ ഞാൻ കാത്തിരിക്കേണ്ട. ആ ഒരു സുഹൃതമാണ് ആ ഒരു നിമിഷത്തിനായിട്ട് കാത്തിരിക്കാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചത്. ദിവ്യരഹസ്യങ്ങൾ കൂദാശ ചെയ്തിടും പൂജിതമാമ്പലി വേദിയിൽ ആഗതനാകുന്നു ജീവന്റെ അപ്പമായി ദൈവത്തിൻ നിത്യകുമാരനീശോ. ദിവ്യരഹസ്യങ്ങൾ കൂദാശ ചെയ്തിടും പൂജിതമാമ്പലി വേദിയിൽ ആഗതനാകുന്നു ജീവന്റെ അപ്പമായി ദൈവത്തിൻ നിത്യകുമാരനീശോ. 2021 ഡിസംബർ 27 യോഹന്നാൻ ശ്ലീഹയുടെ തിരുനാളിൻ്റെ അന്നായിരുന്നു എൻ്റെ തിരുപ്പട്ട സ്വീകരണം. നിങ്ങളെല്ലാവർക്കും അറിയാവുന്നതുപോലെ അത് കോവിഡിൻ്റെ ഒരു കാലഘട്ടമായിരുന്നു. സെക്കൻഡ് വേവ് ശാന്തമായി വരുന്ന ഒരു സമയമായിരുന്നെങ്കിലും ഒരുപാട് നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. എങ്കിൽ കൂടി സാധാരണഗതിയിൽ തന്നെ ആളുകളെയൊക്കെ വിളിക്കുകയുണ്ടായി. പക്ഷേ പരിപാടിയോട് അടുത്തപ്പോൾ ഇനിയും കൂടുതൽ നിയന്ത്രണങ്ങൾ വരുമോ എന്നുള്ള പേടി മനസ്സിൽ നന്നായിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ മറ്റൊരു വലിയൊരു പ്രശ്നം കൂടി ഉണ്ടായിരുന്നു. എൻ്റെ ഇടവപ്പള്ളി സാന്റക്രൂസ് ദേവാലയം അത് കായലിൻ്റെ തീരത്താണ്. ആ ഒരു വർഷം കായലിൽ നിന്ന് വെള്ളം വേലിയേറ്റം മൂലം പള്ളിയുടെ കോമ്പൗണ്ടിലേക്ക് വരുന്ന ഒരു പ്രതിഭാസമുണ്ടായിരുന്നു. ഈ വെള്ളം കനാലിലൂടെ ഒഴുകിയാണ് പള്ളിയങ്കണത്തിലേക്ക് പ്രവേശിച്ചിരുന്നത്. അപ്പോൾ തിരുപ്പട്ട സ്വീകരണത്തിന് വരുന്ന വ്യക്തികളൊക്കെ ഈ വെള്ളത്തിൽ ചവിട്ടി വേണം പള്ളിയുടെ അകത്തേക്ക് പ്രവേശിക്കേണ്ടത്. എന്നെ സംബന്ധിച്ചിടത്തോളം അത് വളരെയധികം വിഷമം നൽകുന്ന ഒന്നായിരുന്നു. കാരണം ദൂരെ നിന്ന് വരുന്ന
അച്ഛന്മാരും സുഹൃത്തുക്കളും ബന്ധുമിത്രാദികളൊക്കെ ഈ വെള്ളത്തിൽ ചവിട്ടി പള്ളിയിലേക്ക് പ്രവേശിക്കണമെന്നുള്ള കാര്യം ഞാൻ ഈശോയോട് വളരെയധികം പ്രാർത്ഥിച്ചിരുന്നു. ഈശോയെ, അങ്ങനെ ഒരു അപമാനം നിറഞ്ഞൊരു സാഹചര്യം ഉണ്ടാകാൻ നീ ഇടയാക്കല്ലേ. അത് വളരെ വൈകിയൊരു സമയമായിരുന്നു. പള്ളി കോമ്പൗണ്ട് വളരെ വിശാലമായ ഒന്നായിരുന്നു. അത് പരിഹരിക്കാൻ നമുക്ക് യാതൊന്നും തന്നെ ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. ആ ഒരു വൈകിയ വേളയിൽ പ്രാർത്ഥന മാത്രമായിരുന്നു ശരണം. സ്നേഹമുള്ളവരെ, അത്ഭുതമെന്ന് പറയട്ടെ, ഡിസംബർ 27-ാം തീയതി പതിവിൽ നിന്ന് വ്യത്യസ്തമായി അന്ന് കായലിൽ നിന്ന് ഞങ്ങളുടെ പള്ളി കോമ്പൗണ്ടിലേക്ക് വേലിയേറ്റം ഉണ്ടായില്ല. പരിപാടിയിൽ സംബന്ധിക്കാൻ വന്ന ആളുകളൊക്കെ ഉണങ്ങി തെളിഞ്ഞ പ്രതലത്തിൽ ചവിട്ടിയാണ് പള്ളിയിലേക്ക് പ്രവേശിക്കുകയുണ്ടായത്. അന്ന് ഇസ്രായേൽ ജനത്തിന് ചെങ്കടൽ കടക്കാൻ വേണ്ടി വൻകാര്യം ചെയ്ത ഈശോ എനിക്ക് വേണ്ടിയും വൻകാര്യം ചെയ്യുന്നത് ഞാൻ തിരിച്ചറിയുകയുണ്ടായി. അതോടൊപ്പം തന്നെ നിങ്ങളോട് പങ്കുവയ്ക്കാൻ മറ്റൊരു അനുഭവം കൂടി എനിക്കുണ്ട്. ഞാൻ ഇതുവരെ ഒരു സ്ഥലത്തും എൻ്റെ ഈ വ്യക്തിപരമായിട്ടുള്ള അനുഭവം പങ്കുവച്ചിട്ടില്ല. പരിശുദ്ധ അമ്മ ദിവ്യകാരുണ്യത്തിൻ്റെ നാഥയാണ്, വൈദികരുടെ രാജ്ഞിയാണ്. ലോകത്ത് എവിടെയൊക്കെ പരിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്നുണ്ടോ അവിടെയൊക്കെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഉണ്ടാവാറുണ്ട്. എൻ്റെ ജീവിതത്തിലും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നിരന്തരം ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട്. എനിക്ക് ചെറുപ്പം മുതലേ പരിശുദ്ധ അമ്മയോട് വളരെ അടുത്ത ഒരു ഭക്തി ഉണ്ടായിരുന്നു. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എൻ്റെ തിരുപ്പട്ട സ്വീകരണത്തിന് പരിശുദ്ധ അമ്മ ഉണ്ണിയേശുവിനും കൂട്ടി അവിടെ വരണം, എൻ്റെ കൈമുത്തണം. അതിനുവേണ്ടി ഞാൻ വല്ലാർപാടം ബസിലിക്കയിലേക്ക് ഒരു കാൽനടയായിട്ട് പോയിരുന്ന ഈ ഒരു നിയോഗം വെച്ചിട്ടുണ്ട്. പരിശുദ്ധ അമ്മ എൻ്റെ തിരുപ്പട്ട സ്വീകരണത്തിന് വന്ന് എൻ്റെ കൈമുത്തി എന്നെ ആശീർവദിക്കണം. പാപികളിൽ പാപിയായ എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു അത്യാഗ്രഹം തന്നെ ആയിരുന്നു. തിരുപ്പട്ട സ്വീകരണത്തിന് ശേഷം കൈമുത്തുമ്പോൾ ഞാൻ എപ്പോഴും പുറകിലേക്ക് നോക്കിയിരുന്നത് ഒരു സ്ത്രീ കുഞ്ഞുമായിട്ട് വരുന്നുണ്ടോ എന്നായിരുന്നു. അപരിചിതയായിട്ടുള്ള ഒരു സ്ത്രീ എൻ്റെ കൈമുത്താൻ വരുന്നുണ്ടോ എന്നായിരുന്നു. കുറേ സമയം ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ കൈമുത്തിപ്പോയി. പക്ഷേ അപരിചിതയായിട്ടുള്ള ഒരു സ്ത്രീ കുഞ്ഞുമായിട്ട് വന്ന് എൻ്റെ കൈ മുത്തിയില്ല. മനസ്സിനെ ഞാൻ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. അതിനുള്ള യോഗ്യത എനിക്കില്ല. അങ്ങനെ തിരുപ്പട്ട സ്വീകരണം കഴിഞ്ഞു. ഭക്ഷണമൊക്കെ കഴിച്ച് ഞാൻ കുറച്ച് സമയം കൂടി പള്ളിയുടെ കോമ്പൗണ്ടിൽ വെയിറ്റ് ചെയ്തു. ഇനിയെങ്ങാനും പരിശുദ്ധ അമ്മ ഉണ്ണിയേശുമായിട്ട് കുറച്ച് വൈകി വന്നാലോ എന്ന് കരുതി. പക്ഷേ അങ്ങനെ കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്തെങ്കിലും ആരും തന്നെ പിന്നീട് എൻ്റെ കൈമുത്താനായിട്ട് വന്നില്ല. തൊട്ടടുത്ത ദിവസമായിരുന്നു എൻ്റെ പ്രഥമ ദിവ്യബലി അർപ്പണം. അപ്പോൾ ആ ബലിയർപ്പണത്തിന് പ്രസംഗം ഒരുങ്ങുന്നതിന് വേണ്ടി ഞാൻ കുറച്ച് സമയം നേരത്തെ പള്ളിയിലേക്ക് പോവുകയുണ്ടായി. അങ്ങനെ ഞാൻ പള്ളിയിലിരുന്ന ആ പ്രസംഗത്തിന് ഒരുങ്ങുമ്പോൾ ഒരു പ്രായം ചെന്ന ഒരു സ്ത്രീ ഞാനിരിക്കുന്ന സക്രാരിയുടെ അടുത്തേക്ക് വരികയുണ്ടായി. ഞാനപ്പോൾ തന്നെ എഴുന്നേറ്റ് ആ ചേച്ചിയുടെ അടുത്തേക്ക് ചെന്നു. ആ സ്ത്രീ എന്നോട് ഇപ്രകാരം പറഞ്ഞു, മോൻ്റെ തിരുപ്പട്ടമായിരുന്നല്ലേ ഇന്നലെ? ഞാൻ പറഞ്ഞു, അതെ. ചേച്ചി എവിടെ നിന്നാണ് എന്ന് ചോദിച്ചു. അപ്പോൾ ചേച്ചി പറഞ്ഞ മുണ്ടമേലി പള്ളിയിൽ നിന്നാണ് ഞാൻ വരുന്നത്. എന്നോട് ചോദിച്ചു, മോൻ്റെ തിരുപ്പട്ട സ്വീകരണത്തിൻ്റെ സുവനീർ കയ്യിലുണ്ടോ? എൻ്റെ കയ്യിൽ അപ്പോൾ സുവനീർ ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞു, അടുത്ത കോൺവെൻറ്റിൽ ഉണ്ടാവും, ഞാൻ അവിടെ നിന്ന് മേടിച്ചുകൊണ്ട് വരാം. അങ്ങനെ ഞാൻ അവിടെ പോയി എൻ്റെ സുവനീർ മേടിച്ച് ഈ ചേച്ചിക്ക് കൊടുത്തു. ആ ചേച്ചി എന്നോട് ചോദിച്ചു, എനിക്ക് മോൻ്റെ കൈ മുത്തണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ പറഞ്ഞു, അതിനെന്താ, മുത്തിക്കോളൂ എന്ന് പറഞ്ഞ് എൻ്റെ കൈ ഞാൻ ചേച്ചിയുടെ നേരെ നീട്ടി. ആ ചേച്ചി എൻ്റെ കൈ മേടിച്ച് ഒരു തവണയല്ല 3 തവണ മുത്തിയുണ്ടായി. എൻ്റെ അമ്മച്ചു പോലും ഒരു തവണയാണ് എൻ്റെ കൈ മുത്തിയത്. സ്നേഹമുള്ളവരെ, ആ ഒരു സമയത്ത് ഞാൻ ഇതിനെക്കുറിച്ച് അങ്ങനെ കാര്യമായിട്ടൊന്നും ചിന്തിച്ചില്ല. പിന്നീട് തിരുപ്പട്ട സ്വീകരണത്തിന് ശേഷം 4 മാസക്കാലം വരാപ്പുഴ അതിരൂപതയിലെ നീരിക്കോട് പള്ളിയിൽ കൊച്ചച്ഛനായിട്ട് സേവനം ചെയ്യാനുള്ള അവസരം എനിക്ക് ലഭിക്കുകയുണ്ടായി. ആ ഒരു സമയത്ത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം വല്ലാർപാടം ബസിലിക്കയിൽ ഒരു പരിശുദ്ധ കുർബാന ചൊല്ലണം. അങ്ങനെ എനിക്ക് വല്ലാർപാടം ബസിലിക്ക പള്ളിയിൽ കുർബാന ചൊല്ലാനുള്ള അവസരം ലഭിക്കുകയുണ്ടായി. അങ്ങനെ ഞാൻ കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ആദ്യ കുർബാന സ്വീകരണത്തിന് മുമ്പായിട്ട് നടന്ന ഈ സംഭവം എൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയുണ്ടായി. എന്നോട് ആരോ പറയുന്നത് പോലെ അന്ന് നിന്റെ കൈമുത്തിയ ആ സ്ത്രീ പരിശുദ്ധ കന്യക മറിയമായിരുന്നു. സ്നേഹമുള്ളവരെ, അത് പരിശുദ്ധ അമ്മയാണെന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു. കാരണം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിശുദ്ധി നിറഞ്ഞ ഒരു നിമിഷം, അല്ലെങ്കിൽ പരിശുദ്ധ അമ്മ എൻ്റെ കൈമുത്താൻ ഞാൻ യോഗ്യനായിട്ടുള്ള ഒരു നിമിഷമെന്ന് പറയുന്നത് തിരുപ്പട്ട സ്വീകരണത്തിന് ശേഷവും എൻ്റെ പ്രഥമ ബലി അർപ്പണത്തിനുമിടയിലുള്ള
ആ ഒരു നിമിഷമായിരുന്നു. അതുതന്നെയാണ് പരിശുദ്ധ അമ്മ ആണ് എൻ്റെ കൈമുത്തിയതെന്ന് ഞാൻ വിശ്വസിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണവും. സ്നേഹമുള്ളവരെ, ഞാൻ ഈ ഒരു അനുഭവം പങ്കുവയ്ക്കാൻ കാരണം നമ്മുടെ ജീവിതത്തിൽ യാദൃശ്ചികമായിട്ട് യാതൊന്നും സംഭവിക്കുന്നില്ല, എല്ലാം ദൈവ പദ്ധതിയുടെ ഭാഗമാണ്. യാദൃശ്ചികമെന്ന് ഞാൻ കരുതിയ ഈ ഒരു സംഭവം വലാർപാടം ബസിലിക്ക പള്ളിയിൽ ബലിയർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഓർത്തത് അത് ദൈവ പദ്ധതിയുടെ ഭാഗമായിട്ടായിരുന്നു. അന്ന് എൻ്റെ കൈമുത്താനായി വന്നത് പരിശുദ്ധ അമ്മ തന്നെയാണെന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിക്കാൻ കാരണം പരിശുദ്ധ ബലിയർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈശോ തന്നെ ഈ സംഭവം എന്നെ ഓർമ്മപ്പെടുത്തിയതായിരുന്നു. ആത്മീയ ജീവന്റെ അപ്പമായി, നിത്യമാം ജീവന്റെ ഭോജ്യമായി ആഗതനാകുന്നു യേശുനാഥൻ. ദിവ്യകാരുണ്യ സ്വരൂപനായി ആരാധിക്കാം, പാട്ടുപാടാം, ആ തിരുനാമത്തെ പാടി വാഴ്ത്താം, ആനന്ദ കീർത്തനം പാടി നിത്യം ആരാധനാ സ്തുതി സ്തോത്രമേകാം. എൻ്റെ ജീവിതത്തിൽ ബോധ്യങ്ങളില്ലാതെ ഞാൻ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത ദിനങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് പരിശുദ്ധ കുർബാനയാണ് എൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്രവും ശക്തി സ്രോതസ്സും. കർത്താവ് പരിശുദ്ധ കുർബാന സ്ഥാപിച്ച സമയത്ത് യോഹന്നാൻ ശ്ലീഹായ്ക്ക് ഈശോയുടെ മാറിൽ ചാരിക്കിടക്കാനുള്ള സുഹൃതം ഉണ്ടായി. മാറിൽ ചാരിക്കിടന്നുകൊണ്ട് ഈശോയുടെ ഹൃദയസ്പന്ദനങ്ങളെ, ഈശോനാഥൻ സ്നേഹമായി മാറുന്ന നിമിഷങ്ങളെ, അവൻ്റെ ആ സ്നേഹച്ചൂടിനെ അനുഭവിച്ചറിയാൻ യോഹന്നാൻ ശ്ലീഹായ്ക്ക് സാധിച്ചു. അതാണ് യോഹന്നാൻ ശ്ലീഹായെ രൂപാന്തരപ്പെടുത്തിയത്. സ്നേഹമുള്ളവരെ, പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ, പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാന ഉയർത്തുമ്പോൾ അതേ അനുഭവം എനിക്കും ഉണ്ടാകണേ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാറുണ്ട്. സ്നേഹമുള്ളവരെ, ഞാൻ എൻ്റെ സന്യസ്ത പൗരോഹിത്യ ജീവിതവുമായി മുന്നോട്ട് പോകുമ്പോൾ ദിവ്യകാരുണ്യ ഈശോയെ എൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്രമാക്കിക്കൊണ്ട്, ശക്തി സ്രോതസ്സാക്കിക്കൊണ്ട് എന്നെ ബരമേൽപ്പിച്ചിരിക്കുന്ന ദൈവജനത്തെ ദിവ്യകാരുണ്യ ഈശോയുടെ ഹൃദയത്തിലേക്ക് അടുപ്പിക്കാൻ ദിവ്യകാരുണ്യ ഈശോ എന്നെ ഉപകരണമാക്കണമെന്ന് നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണം. എല്ലാവിധ അനുഗ്രഹങ്ങളും ദിവ്യകാരുണ്യ ഈശോ എല്ലാവർക്കും നൽകട്ടെ. ആമേൻ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.